ഒരേ വേദിയിൽ അമ്മയും മകളും രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. കവിയും കഥാകാരിയുമായ ജയശ്രീ പള്ളിക്കലിന്റെയും മകൾ മാളവിക ജയശ്രീയുടെയും പുസ്തകങ്ങളാണ് കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ പ്രകാശനം ചെയ്തത്. ജയശ്രീ പള്ളിക്കലിന്റെ കറന്റ് ബുക്സ് പ്രസാധനം ചെയ്ത കടലിനേക്കാൾ നീലിച്ച് കനലിനേക്കാൾ ചുവന്ന എന്ന കവിതാ സമാഹാരവും ലോഗോസ് പട്ടാമ്പി പ്രസിദ്ധീകരിച്ച അഭിരാമിന്റെ അച്ഛൻ എന്ന ബാലസാഹിത്യ പരിസ്ഥിതി നാടകവും മാളവിക ജയശ്രീയുടെ എഥേറിയൽ മ്യൂസിങ്സ് എന്ന ആംഗലേയ കവിതാ സമാഹാരവുമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. എഴുത്തുകാരായ ഇന്ദിര അശോക്, ഡി ശ്രീദേവി, ജയശ്രീ പള്ളിക്കൽ എന്നിവർ പുസ്തകങ്ങൾ സ്വീകരിച്ചു. വായനയിലൂടെ സ്വാംശീകരിച്ച അറിവുകളിലൂടെയാണ് പ്രബുദ്ധ കേരളം രൂപപ്പെട്ടതെന്നും ഇപ്പോൾ എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലതോ ചീത്തയോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലേക്കൊന്നും ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാലത്ത് മലയാളിയുടെ വായനാ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നത്, മലയാളികളെ സ്വാധീനിച്ചിരുന്നത്, നമ്മുടെ മസ്തിഷ്കത്തെയും ഹൃദയത്തെയും സ്വാധീനിച്ചിരുന്നത് വായനയിലൂടെ നമ്മൾ സ്വാംശീകരിച്ച ആശയങ്ങൾ, പിന്നെ കുറച്ച് പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ മനസ്സ് ഉണർന്ന് നമ്മുടെ ജാഡ്യങ്ങളെയൊക്കെ മാറ്റി നമ്മൾ ധരിച്ചു വച്ചിരുന്ന തെറ്റായ ആശയങ്ങളെ തിരുത്തി, അങ്ങനെയാണ് സമൂഹം പതുക്കെ ഒരു പുരോഗമനാത്മകമായ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നത്. നമ്മുടെ ഇവിടെയും പുരോഗമനമല്ലാത്ത ആശയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വായന കൊണ്ട് എവിടം വരെ എത്തിയ ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ വായനയിലൂടെ രൂപപ്പെട്ട ഒരു സമൂഹ മനസ്സിൽ ഇന്ന് ഈ പല മാധ്യമങ്ങളിലൂടെ വരുന്ന ആശയങ്ങളുണ്ട്. ഭാഷാഭൂഷണി അസിസ്റ്റന്റ് എഡിറ്റർ കെ എം വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കെ സജീവ് കുമാർ, ഡോക്ടർ രാജേഷ് ബി സി, എസ് ദേവമനോഹർ എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ ആശംസാ സന്ദേശം നൽകി. സുനിജ എസ്, മാധവ് മനോജ് എന്നിവരുടെ കാവ്യ ആലാപനവും നടന്നു. ഡി ശ്രീദേവി സ്വാഗതവും മാളവിക മറുമൊഴിയും ജയശ്രീ പള്ളിക്കൽ നന്ദിയും പറഞ്ഞു.